ആ വോട്ടർ പട്ടിക പരിശോധിച്ചിട്ട് അതിൽ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലയാണ്. അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്ത് ലെവൽ ഏജന്റുമാർ BLAമാരെ നിശ്ചയിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ബൂത്തിൽ ഒരാളെ വെച്ചുകൊണ്ടുള്ള BLAമാരെ നിശ്ചയിക്കാം. ആ BLAമാർ വോട്ടർ പട്ടിക പരിശോധിച്ച് അതിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി അത് പരിഹരിക്കേണ്ടതാണ്. അതിനുള്ള വ്യവസ്ഥാപിതമായ മാർഗം നമ്മുടെ രാജ്യത്തുണ്ട്. ആ മാർഗമാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കേണ്ടത്. എവിടെയെങ്കിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടെന്ന് ബോധ്യമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് പരിശോധിച്ച് പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനം അന്ന് സ്വീകരിക്കണമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ആദ്യഘട്ടത്തിൽ അത് ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷേ വോട്ടിങ്ങിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഹർജി സമർപ്പിക്കാം. തെരഞ്ഞെടുപ്പ് ഹർജിയിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചാൽ സ്വാഭാവികമായിട്ടും ജയിച്ചാളുടെ അംഗത്വം നഷ്ടപ്പെടും. ഇതിനെല്ലാം വ്യവസ്ഥാപിതമായ മാർഗങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ജനാധിപത്യവും നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് നമുക്കുള്ളത്. അതിൻ്റെ നിഷ്പക്ഷതയെ യാതൊരു തെളിവുമില്ലാതെ ചോദ്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ജനം നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ആരോപണങ്ങളെ അർഹിക്കുന്ന വില പോലും കൽപ്പിക്കാതെ പുച്ഛിച്ചു തള്ളിക്കളഞ്ഞിട്ടുള്ളവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. നമസ്കാരം. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഇലക്ഷൻ കമ്മീഷനെതിരെയും BJPക്കെതിരെയും നടത്തിയിരുന്നു. ഡയറക്റ്റ് ഇലക്ഷൻ കമ്മീഷനെതിരെ നടത്തുന്നുണ്ടെങ്കിലും അത് BJPക്കെതിരെ ആക്കി കൃത്യമായിട്ട് മാറ്റാനാണ് അദ്ദേഹം നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ രാജ്യത്തെ ജനങ്ങൾ ഒരു വലിയ ആശങ്ക പല ഘട്ടങ്ങളിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ BJPയുടെ സംസ്ഥാന കാര്യകർത്താവായിട്ടുള്ള ശ്രീ MT രമേശ് നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ അദ്ദേഹം ഒരു അണുബോംബ് ആറ്റം ബോംബ് പൊട്ടിക്കുന്നു എന്നുള്ള രീതിയിലാണ് രാജ്യത്തെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനൊരു വിഷയം എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ BJPക്ക് എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടോ നിലവിലെ സാഹചര്യം? BJPക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. ഒന്ന്, രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒരു നനഞ്ഞ പടക്കമാണ്. ഒരു ബോംബുമല്ല അദ്ദേഹം പൊട്ടിച്ചത്, ഉണ്ടയില്ല വെടിയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രാജ്യത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കോടതികളെക്കുറിച്ച് പറഞ്ഞു, ബാങ്കുകളെക്കുറിച്ച് പറഞ്ഞു, നമ്മുടെ വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം നിരന്തരമായി രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടുണ്ട് എന്ന് ഇതേ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചതാണ്. സുപ്രീം കോടതിയിൽ ആ ആരോപണം തെളിയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ല. സുപ്രീം കോടതി ആ സമയത്ത് തന്നെ നിശിതമായി രാഹുൽ ഗാന്ധിയെ ഉത്തരവാദിത്വ ബോധമില്ലാതെ പ്രസ്താവന നടത്തുന്നത് വിമർശിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി പറഞ്ഞിട്ട് ബന്ധത്തിനൊന്നും യാതൊരു തരത്തിലുള്ള തെളിവുകളും ഹാജരാക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല. വോട്ടർ പട്ടികയിൽ സാധാരണ ക്രമക്കേടുകൾ ഉണ്ടാകും. ആ ക്രമക്കേടുകൾ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ വോട്ടർ പട്ടികയുടെ കോപ്പി ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാറുണ്ട്. BJPക്കും കിട്ടാറുണ്ട്, കോൺഗ്രസിനും കിട്ടാറുണ്ട്. ആ വോട്ടർ പട്ടിക പരിശോധിച്ചിട്ട് അതിൽ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലയാണ്. അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്ത് ലെവൽ ഏജന്റുമാർ BLAമാരെ നിശ്ചയിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ബൂത്തിൽ ഒരാളെ വെച്ചുകൊണ്ടുള്ള BLAമാരെ നിശ്ചയിക്കാം. ആ BLAമാർ വോട്ടർ പട്ടിക പരിശോധിച്ച് അതിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി അത് പരിഹരിക്കേണ്ടതാണ്. അതിനുള്ള വ്യവസ്ഥാപിതമായ മാർഗം നമ്മുടെ രാജ്യത്തുണ്ട്. ആ മാർഗമാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കേണ്ടത്. എവിടെയെങ്കിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടെന്ന് ബോധ്യമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് പരിശോധിച്ച് പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനം അന്ന് സ്വീകരിക്കണമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ആദ്യഘട്ടത്തിൽ അത് ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷേ വോട്ടിങ്ങിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഹർജി സമർപ്പിക്കാം. തെരഞ്ഞെടുപ്പ് ഹർജിയിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചാൽ സ്വാഭാവികമായിട്ടും ജയിച്ചാളുടെ അംഗത്വം നഷ്ടപ്പെടും. ഇതിനെല്ലാം വ്യവസ്ഥാപിതമായ മാർഗങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ജനാധിപത്യവും നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് നമുക്കുള്ളത്. അതിൻ്റെ നിഷ്പക്ഷതയെ യാതൊരു തെളിവുമില്ലാതെ ചോദ്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ജനം നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ആരോപണങ്ങളെ അർഹിക്കുന്ന വില പോലും കൽപ്പിക്കാതെ പുച്ഛിച്ചു തള്ളിക്കളഞ്ഞിട്ടുള്ളവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. അതുകൊണ്ട് ഈ ആരോപണവും ജനങ്ങൾ പുച്ഛിച്ചു തള്ളുക തന്നെ ചെയ്യും. കേരളത്തെ സംബന്ധിച്ച് ഈ ഒരു വിഷയം കഴിഞ്ഞൊരു മാസത്തിനിടയിൽ
ഈ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന വിഷയമാണെങ്കിലും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ ആ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പ്രത്യേക ആവേശത്തോടെ ഒരു അജണ്ട സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് സാധാരണക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരുടെയിലും പുതുതായിട്ട് BJP-യിലേക്ക് മെമ്പർഷിപ്പ് സ്വീകരിച്ചടക്കം വരുന്ന ക്രൈസ്തവരെയും ഏതെങ്കിലും തരത്തിൽ പിന്നോട്ടടിക്കാനുള്ള സാഹചര്യമുണ്ടോ? ഒന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ വിചാരിക്കുന്നത് അവരുടെ പ്രസ്താവനകളും അവരുടെ അപവാദ പ്രചരണങ്ങളുമാണ് ജനങ്ങളുടെ ബോധ്യത്തെ നിശ്ചയിക്കുക എന്നുള്ള തെറ്റായിട്ടുള്ള ഒരു സങ്കല്പത്തിലാണ് അവരുള്ളത്. ഇന്ന് ഈ മാധ്യമങ്ങൾ മാത്രമല്ല, ജനങ്ങൾക്ക് ആശ്രയിക്കാൻ മറ്റു പല മാധ്യമങ്ങളും, നമ്മുടെ നാട്ടിലെ വാർത്താ ചാനലുകൾ മാത്രമല്ല ജനങ്ങൾക്ക് ആശ്രയിക്കാൻ. ജനങ്ങൾക്ക് കാര്യങ്ങൾ ഇതിനേക്കാൾ കൃത്യമായിട്ട് അറിയാൻ പല സംവിധാനങ്ങളും സോഷ്യൽ മീഡിയ അവർ ഉപയോഗിക്കും, മറ്റ് ചാനലുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം അവർക്ക് ഉപയോഗിക്കും. അവരുടെ വിരൽത്തുമ്പിൽ എല്ലാ വിവരങ്ങളുമുണ്ട്. ഛത്തീസ്ഗഡിലെ സംഭവത്തിൽ എന്താണ് BJP-യുടെ റോൾ എന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ്. BJP അതിൽ സ്വീകരിച്ച സമീപനം എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ്. അത് ഒരു പരിധിവരെ ആ കന്യാസ്ത്രീകളുടെ കുടുംബത്തിനും സഭാ നേതൃത്വത്തിനും എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ, കേരളത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ, കേരളത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കട്ടെ. എന്താ കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിക്കാത്തത്? ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലല്ലോ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് അത് പട്ടിക പ്രസിദ്ധീകരിച്ചത്. വലിയ തോതിലുള്ള ക്രമക്കേടുകളാണ് അതിലുള്ളത്. ആ ക്രമക്കേടുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കോൺഗ്രസ് എന്താണത് ചൂണ്ടിക്കാണിക്കാത്തത്? ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കോടതിയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ഒരു പാർട്ടി ചെയ്യേണ്ടത്. അല്ലാതെ ബോധപൂർവം പത്രസമ്മേളനം നടത്തി പറയുകയല്ലേ വേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ട മിനിമം ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാൻ BJP തയ്യാറാവും. ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. കോൺഗ്രസും CPM നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്ന് പറഞ്ഞാൽ BJP-യിലേക്ക് ആളുകൾ വരികയാണ്. ധാരാളം കോൺഗ്രസ്സുകാരും CPM-കാരും BJP-യിലേക്ക് ചേരുകയാണ്. വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പാർട്ടി BJP ആണെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. അതിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ്. അതൊരു പരിഹാസ്യമായ പരിശ്രമമാണ്. അത് വിലപ്പോവാൻ വേണ്ടി പോകുന്നില്ല. ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുക തന്നെ ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം 34 പഞ്ചായത്തുകൾ BJP ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു. 2 മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒന്നാം സ്ഥാനത്ത് BJP ആയിരുന്നു. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എടുത്തു നോക്കുന്ന സമയത്ത് വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ BJP-യുടെ ഒരു പെർഫോമൻസ് സംസ്ഥാന വ്യാപകമായിട്ട് എങ്ങനെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? നല്ല മുന്നേറ്റമായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് കരസ്ഥമാക്കിയിട്ടുള്ള പാർട്ടിയാണ്. 2 കോർപ്പറേഷനുകൾ ഞങ്ങൾ ഒന്നാമത്തെ പാർട്ടിയാണ്. നിരവധി മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഞങ്ങൾ ഒന്നാമത്തെ പാർട്ടിയാണ്. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് നല്ല മുന്നേറ്റം ഇപ്രാവശ്യം ഉണ്ടാക്കും. കേരളത്തിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയും BJP ആണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നത്. അവസാനമായിട്ട് ഈ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് നിരവധി ക്രൈസ്തവ വിഭാഗങ്ങളിലുള്ള ആളുകൾ മെമ്പർഷിപ്പ് സ്വീകരിച്ചുകൊണ്ട് പരസ്യമായിട്ട് BJP-യുടെ പൊതുപരിപാടികൾ വന്ന് ഒരു വലിയൊരു തുടക്കം കുറിച്ചിരുന്നു. അത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വ്യാപകമായിട്ട് ക്രൈസ്തവർ ഇപ്പോൾ BJP മെമ്പർഷിപ്പ് എടുക്കുന്നതിൽ ഒരു മടിയുമില്ല. പല ആളുകളും ചുമതലയിൽ അടക്കമുണ്ട്. പക്ഷേ ഈ ഒരു ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കന്യാസ്ത്രീകൾ അവർ അറസ്റ്റ് ചെയ്ത ആ ഒരു സംഭവത്തിൽ അതിനുശേഷം ഈ കേരളത്തിലെ മാധ്യമങ്ങളടക്കം നടത്തിയ വ്യാപകമായിട്ടുള്ള പ്രചരണത്തിൽ ഏതെങ്കിലും ഒരു ക്രൈസ്തവരെ ഇത് ബാധിച്ചിട്ടുണ്ടോ? BJP ഇങ്ങനെ ഒരു സംഭവമുള്ള പാർട്ടിയാണ് എന്നുള്ള തരത്തിലേക്ക് ഇവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അത് കേരളത്തിലെ ക്രൈസ്തവർ ഇത് വിശ്വസിക്കുന്നുണ്ടോ? അതൊന്നും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. ജനങ്ങളോട് നമ്മൾ സംസാരിക്കുകയാണല്ലോ, കാര്യങ്ങൾ മുഖാമുഖം സംസാരിക്കുകയാണല്ലോ. അവർക്കപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം. ഛത്തീസ്ഗഡിലുണ്ടായത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. അത് അവിടുത്തെ ഗവൺമെൻറ്റും നിയമ സംവിധാനവും കൈകാര്യം ചെയ്യും. അതിൽ BJP-യുടെ സഹായം എന്താണ്? ആ സഹായം നമ്മൾ കൊടുക്കും. അതൊക്കെ രാജ്യത്തിലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ധാരണയുണ്ട്. ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹം BJP-യിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിലാണ് മണിപ്പൂരിൽ നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. മണിപ്പൂരിലെ 2 ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘടനത്തെ ഒരു ക്രിസ്ത്യൻ ഇഷ്യൂ ആണെന്ന് വരുത്തി തീർത്തുകൊണ്ട് വലിയ തോതിൽ പ്രചരണം കേരളത്തിൽ നടന്നല്ലോ. ആ പ്രചരണം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, മണിപ്പൂർ വിഷയം വന്നപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹം ആകെ BJP-ക്കെതിരായിട്ട് വോട്ട് ചെയ്യുമെന്നാണ് ഇവർ പ്രചരിപ്പിച്ചത്. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതുണ്ടായില്ലല്ലോ. അപ്പം ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ക്രിസ്ത്യൻ സമൂഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ BJP-ക്ക് സാധിക്കും. ഓരോ വീടുകളിലും പോയി മുഖാമുഖം അവരോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളൊരു ക്യാമ്പയിനിങ് ആയി നടത്തുന്നതല്ല. ഇതൊരു ഇൻഡിവിജ്വൽ ടോക്കാണ്. കുടുംബങ്ങളും തമ്മിലുള്ള സംസാരമാണ്. അതിലൂടെ BJP-ക്ക് അത് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അത് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. കാരണം ഞങ്ങളുടെ ഭാഗം ക്ലിയറാണ് എന്നുള്ളത് കാലം ഞങ്ങൾ ഇതിനാശപ്പെടണം. BJP ഇതിനാശപ്പെടണം. BJP-ക്ക് ഒന്നും മറക്കാനില്ല. BJP ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് വികസനത്തിന് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ വികസിത കേരളം എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്.
ആ വികസിത കേരളത്തോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന ആർക്കും BJPയോടൊപ്പം നിൽക്കാം. കേരളത്തിൻ്റെ വികസനം ക്രിസ്ത്യൻ സമൂഹത്തിന് ആഗ്രഹമുള്ളവരാണ്, മുസ്ലിം സമൂഹത്തിന് ആഗ്രഹമുള്ളവരാണ്, എല്ലാവർക്കും ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും സമീപിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് വികസനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യാനാണ് BJP കേരളത്തിൽ ആഗ്രഹിക്കുന്നത്. വളരെ നന്ദിയായിട്ട് ഈ ഒരു സമയത്ത്. താങ്ക് യു.